You need to learn one thing. നിങ്ങളുടെ പാസ്റ്റർ നന്ദി പറഞ്ഞില്ലെങ്കിൽ മെസ്സേജ് ഉണ്ട്. ഈ സിമ്പിൾ ചോദ്യമാണ് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ ചെങ്ങന്നൂരിൽ കാണുന്നതിന് മുമ്പ് ഞാൻ ഡൽഹി ഇറങ്ങി. എൻ്റെ ഫ്ലൈറ്റ് കൊച്ചിയിലോട്ടാണ് ഫ്ലൈറ്റ്. ഡൽഹി ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ നടന്നു പോകുന്നത് കീറിയിരിക്കുന്ന ഷൂ ഒക്കെ. ഞാൻ പുള്ളിയെ നിർത്തിയിട്ട് എൻ്റെ കാലിൽ നിന്റെ ഷൂ കൂടിയിട്ട് പുള്ളി കൊടുത്തു. ക്രിസ്ത്യാനിയാണോ ഇല്ലയോ ഒന്നൊരു ചോദിച്ചില്ല. ഷൂ ഇല്ലാതെ പിന്നെ ഞാൻ നടന്നു. പക്ഷെ സ്വർഗത്തിൽ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. I hope I made you happy. Amen. I hope I made you happy. ദൈവമേ, ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ പാസ്റ്ററിനെ റെക്കഗ്നൈസ് ചെയ്തില്ല. നമ്മുടെ ലീഡേഴ്സിനെ ശ്രദ്ധിച്ചില്ല. ഞാൻ കസേരയൊക്കെ ഇട്ടു. 10:30 ആയപ്പോൾ നമ്മൾ കയറി വന്ന് ഇതില്ല സെറ്റ് ചെയ്ത്. എൻ്റെ മോനിൻ്റെ അടുത്ത് പറഞ്ഞു, we are the only ones who come and set everything up. ഞാൻ പറഞ്ഞു, മോനെ നീ കർത്താവിന്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് ഞാൻ ദൈവം നിന്നെ സെറ്റ് ചെയ്തു. നീ സെറ്റിംഗ് വേണ്ടി ഒന്നും പോണ്ട, ദൈവം അതിന്റെ സെറ്റിംഗ് ചെയ്യാൻ. അതിനടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഡാഡി nobody comes to help. I said, മോനെ don't worry, you just eat curry, everything will be fine. ഒത്തിരി പേരെന്തോ How do you see? നിങ്ങൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? നിങ്ങളുടെ പാസ്റ്റർ വേണ്ടിയാണോ? നിങ്ങളുടെ ലീഡർഷിപ്പ് വേണ്ടിയാണോ? കർത്താവ് വേണ്ടിയാണോ ചെയ്യുന്നത്? We may not understand. നമ്മുടെ പിള്ളേർക്ക് പിടി കിട്ടത്തില്ല. പക്ഷെ give them a vision. മേരി കണ്ടു, പക്ഷെ പിടി കിട്ടിയില്ല. ദൂത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ പിടി കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ പിടി കിട്ടത്തില്ല. ഈ പെങ്കൊച്ചിനെ കൊല്ലാൻ വേണ്ടി അവളെ മാതാപിതാവ് വളരെ കഴിഞ്ഞപ്പോൾ പെങ്കൊച്ചായതുകൊണ്ട് വേണ്ട, അവളെ കെട്ടിവെച്ചു. നമ്മളിത് അറിഞ്ഞപ്പോൾ അവളെ പോയി രക്ഷിച്ചു. നമ്മുടെ ഓർഫനേജിൽ കൊണ്ടുവന്നിട്ട് വളർത്താൻ തുടങ്ങി. എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞ് രക്ഷിക്കാൻ പ്രയാസമാണ്. ഷീസ് malnutrition, she does not good, she will not survive, it will be very difficult, it will be a gone case. നമ്മുടെ ഒരു സപ്പോർട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ you do what you have to do. ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, do the best. 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ ഗുണമില്ല, വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ദൈവം പറഞ്ഞ I see it in a different way. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വളർച്ചയിലോട്ടാ ദൈവം വിളിച്ചിരിക്കും. ആ കണ്ണുകൊണ്ട് കാണണം. ഒത്തിരി പേര് അങ്ങനെ കാണാത്ത ഈ UK വന്നിട്ട് എത്ര പേര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ജോലി സ്ഥലം ശരിയായില്ല, അല്ലേ? നമ്മളെപ്പോഴും കംപ്ലൈൻറ്റിങ് പറഞ്ഞ ഈ ഞാൻ സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് കിട്ടും. ഇന്ന് മീറ്റ് കിട്ടിയില്ല, ഇന്നലെ വൈകിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയിട്ടില്ല. ഞാൻ പഞ്ചാബിൽ വളർന്നു, എനിക്ക് ഇഷ്ടമുള്ള സാധനം വെജിറ്റബിൾ ഒന്നും ഉണ്ടാക്കിയ ഐ ആം ഹാപ്പി മാൻ. ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഹൗ ഡു യു സീ, ഡോണ്ട് കംപ്ലെയിൻ. നിങ്ങൾ കാണുന്ന ഇപ്പോൾ പ്രശ്നമായിരിക്കും, പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് വിളിച്ച് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് അപ്പുറത്തോട്ട് വിളിക്കാൻ തുടങ്ങിയിരിക്കും. ആ അനുഗ്രഹം വരേണ്ടി വരും. ഞാൻ ഇത് പറയട്ടെ, ആദം കർത്താവ് സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞ എല്ലാ മൃഗങ്ങളുടെ പേര് കൊടുക്കണം, അല്ലയോ? പട്ടിയെ കണ്ടിട്ട് പറഞ്ഞ യു ആർ എ ഡോഗ്. എത്ര ആരുടെ വീട്ടിൽ പട്ടിയുണ്ടോ? ഇവിടെ പൂച്ചയുണ്ടോ? ഇല്ല. നാട്ടിയുണ്ടോ? ആർക്കും പട്ടിയോ? ചിലർക്കാണോ? ആ പട്ടി എന്തായിരിക്കും പേര്? എന്തോ പട്ടിയുടെ പേര് വീട്ടിൽ? ഡിക്രു. ഡിക്രു. ഓക്കെ, ഇത് ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഈ പട്ടിയെ നോക്കി ഡിക്രു പറയുമ്പോഴത്തേക്ക് പട്ടിയായി ഇങ്ങോട്ട് നോക്കുന്നത്, നിങ്ങൾ നോക്കത്തില്ല. പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അനുഗ്രഹത്തെ നോക്കി അനുഗ്രഹം വിളിച്ചു കഴിഞ്ഞാൽ അതിങ്ങോട്ട് നോക്കും, അതിങ്ങോട്ട് വരും. പ്രശ്നം എന്താ? അയ്യോ പാസ്റ്റർ ഇത് നടക്കുന്നില്ല. ഇത് ലൈഫ് ആൻഡ് ഡെത്ത് ഇസ് ഇൻ ദ പവർ ഓഫ് യുവർ ടങ്.
എന്റെ ചർച്ചിൽ ഞാൻ സ്നാനം കൊടുക്കുന്ന സെപ്റ്റംബർ മാസം തൊട്ട് മാർച്ച് വരെ ഉള്ളൂ. സമ്മർ മന്ത്സിലേക്ക് സ്നാനം കൊടുക്കുന്നത്. ഞാൻ സ്നാനം കൊടുക്കുന്ന റിവറിലാണ്, തേംസ് റിവറിൽ. അവിടെ വെള്ളം തണുത്തിരിക്കുക. എൻ്റെ അവിടെ ക്ലീനാ വാട്ടർ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമാണ് തേംസ് റിവർ. ആളുകൾ എന്താ മാസ്റ്റർ ഇത് എന്തിനാ സ്നാനം കൊടുക്കുന്ന ഈ തണുപ്പ് മാസത്തിൽ? ചൂട് മാസത്തിൽ ചൂടുവെള്ളത്തിൽ ആർക്കും കയറിയിട്ട് പറയാം ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. തണുത്ത വെള്ളത്തിൽ ഇറങ്ങുന്ന നോക്കണം. ഞാൻ ഫിൻലൻഡിൽ പാസ്റ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ ഐസ് വെട്ടിയിട്ടാ സ്നാനം കൊടുക്കുന്നത്. ഞാനാ മൊത്തം നേരെ അതിനകത്ത് നിൽക്കേണ്ടി വരും. എൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ സ്നാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ കാലിൻ്റെ ചോരയായിട്ട് because I'll be bleeding from under the stone cuts. എനിക്കത് പ്രശ്നമില്ല. I want to see the commitment of the people. അടുത്ത കാര്യം, ഞാൻ സ്നാനം കൊടുക്കാൻ നേരം പറഞ്ഞു നിങ്ങളുടെ വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ നാവിനും സ്നാനം കൊടുക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ചിലരൊക്കെ നാവ് അടക്കും, നിങ്ങൾ മുക്കിക്കോ, ഇത് മാത്രം മുങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ മുങ്ങി കഴിഞ്ഞ് വെളിയിറങ്ങി കഴിഞ്ഞ് നിങ്ങളുടെ സംസാരത്തിൽ മാറ്റില്ല. ഇന്നും നിങ്ങൾ സ്നാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിന് അനുഗ്രഹം വന്നാൽ മതി. ശാപത്തിന്റെ വാക്ക് വിളിച്ചു പറയരുത്, അനുഗ്രഹത്തിന്റെ വാക്ക്. നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? നിങ്ങളുടെ ജീവിതം അടുത്ത വർഷം എങ്ങനെയായിരിക്കും എഴുതി വെച്ചേക്കാം. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും അത് വിളിച്ചു പറയാൻ തുടങ്ങി. മേറി കണ്ടുപിടിക്കത്തില്ല. രണ്ടാമത്തെ ആൾ അകത്ത് കയറിയ 2 പേര് ഓടി. ആരാ ഓടിയേ? യോഹന്നാനും പത്രോസും 2 പേരും ഓടി. ഏറ്റവും മുമ്പേ ആരാ എത്തിയേ? യോഹന്നാൻ. നിങ്ങളുടെ വിശ്വാസവും ഭയം ഒരുമിച്ച് ഓടും. നിങ്ങളുടെ വിശ്വാസം എപ്പോഴും ഓവർടേക്ക് ചെയ്യണം ഭയം. John has to always overtake fear. Peter. Amen. Praise God. യോഹന്നാൻ എത്തി, പക്ഷെ ജോൺ എത്തി, പക്ഷെ കേറിയില്ല. കേറിയാരെ? പത്രോസ്. Verse 5 അതിൽ പറയുന്നത് and Peter saw. Mary saw, Peter saw. പത്രോസ് ഇതുകൊണ്ട് ക്ലോത്ത്സ് ഫോൾഡഡ്. ആ വാക്ക് എഴുതിയിരിക്കുന്ന ഗ്രീക്കില് മേരിന്റെ ബ്ലെപ്പോ, പീറ്ററിന്റെ തിയോറിയോസ്, തിയോറി. He saw it folded. അവൻ വർക്കൗട്ട് ചെയ്യാൻ ഇത് എങ്ങനെയാ നടന്നത്? ഇന്ത്യ എവിടെ പോയത്? തുണി ഇവിടെ കിടപ്പുണ്ട്. He's working with his mind. Theory. കോവിഡ് വന്നപ്പോൾ എൻ്റെ പാസ്റ്റർ മുംബൈ സൈഡിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ we got a call from a special category of people. അവരെ സഹായിക്കണം. ഞാൻ പറഞ്ഞു what kind of people? വൈശ്യകളാണ് അവർക്ക് ബിസിനസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബിസിനസ് കൊടുക്കാൻ പറ്റില്ല, അല്ലയോ? നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ആഹാരം കൊടുക്കാം. ആഹാരം കൊടുക്കാൻ തുടങ്ങി. കോവിഡ് ടൈമിൽ വൈശ്യകൾ ആഹാരം കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവർ നമ്മുടെ ചർച്ച് മെമ്പേഴ്സ് അവരുടെ പ്രൊഫഷനിൽ നിന്ന് മാറി ചർച്ച് മെമ്പേഴ്സായി നമ്മൾ അവിടെ തയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ആൻഡ് ദേ ഹാവ് കം ഔട്ട്. നമ്മൾ കാണുമ്പോൾ ഈ പൈസ എങ്ങനെയാ കൊടുക്കാൻ പോകുന്നത്? പാസ്റ്റർ ഈ ചർച്ച് വേണ്ടി ബിൽഡിംഗ് എങ്ങനെയാ മേടിക്കാൻ പോകുന്നത്? പാസ്റ്റർ ഇത് എങ്ങനെയാ നടക്കാൻ പോകുന്നത്? നമുക്കൊരു വാൻ വേണം. നിങ്ങൾക്ക് ചർച്ചിൽ വാൻ വേണോ? 2 വാൻ വേണം കേട്ടോ. ഒരു സാധനം കൊണ്ടുപോകാൻ 2 വാൻ. ഒന്ന് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി വേണം. അതിന് സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ പിന്നെ വാൻ വേണ്ടല്ലോ. അടുത്ത 3 വർഷത്തിൽ വിശ്വസിച്ചോ സ്വന്തം ബിൽഡിംഗ് കിട്ടാൻ വേണ്ടി. മാസ്റ്റർ നമ്മുടെ കണക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ക് നോക്കിയിട്ടല്ല ദൈവം ചെയ്യുന്നത്. സ്വർഗത്തിൽ my God shall supply all my needs according to his. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ riches എത്ര? He says silver is mine, gold is mine. എത്ര ഗോൾഡ് ഉണ്ട്?
can supply all your. Bank of England, Bank of India കാട്ടി കൂടുതൽ പൈസ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ദൈവം ചെയ്യും. How do you see? Don't work with your mind. ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കും. If you analyze, you paralyze the power of God's word. If you analyze, you paralyze the power of God's word. ഒത്തിരി പേര് ചിന്തിക്കുക ഇത് എങ്ങനെയാ നടക്കാൻ പോകുന്നത്, ദൈവമേ ഇത്ര ചെലവുണ്ട്, എങ്ങനെയാ നടക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ഞാൻ ഇത് പറയട്ടെ, God is not a fair God. God is a just God. എല്ലാവരും പറയാം, oh God is fair, God is no, God is not fair. Fair പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്ററിന് 50 പൗണ്ടിന്റെ ആവശ്യം, I have 60 pound need. ഫെയർ ആണെങ്കിൽ അവിടെ 50 കൊടുക്കണം, ഇവിടെ 50 കൊടുക്കണം. ജസ്റ്റ് ആണെങ്കിൽ അവിടെ 50 കൊടുക്കും, ഇവിടെ 50 കൊടുക്കും. God is not a fair God. God is a just God. അതുകൊണ്ടാണ് പറഞ്ഞത്, my God shall supply all mine, not everybody's. How much is the equal? ഇത് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം അല്ല കേട്ടോ. നിങ്ങൾ നാട്ടിൽ വിളിച്ച ഇൻകുലാബ് വിളിച്ചു വേണം. എന്തോ ഒരു വാക്കുണ്ടല്ലോ ഇവർക്ക്, സമരമുണ്ട്, ലാൽ സലാം ഉണ്ട്, എല്ലാം ഉണ്ട്, അല്ലയോ? That is not the way God works. God says, I will bless according to what you need. നിങ്ങൾക്ക് ജോലി വേണം, ദൈവം ജോലി തരും. വീട് വേണം, വീട് തരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ എങ്ങനത്തെ വീടാണ് വേണ്ടി? ഏത് വീട് കിട്ടിയാൽ, ഞാൻ ഒത്തിരി പേരോട് ചോദിക്കും, നിങ്ങൾക്ക് ഒത്തിരി പേര് പ്രാർത്ഥിപ്പിക്കണം, പാസ്റ്റർ പ്രാർത്ഥിക്കണം, പിള്ളേർ വേണം. ഓക്കെ, പിള്ളേർ വേണം. എന്തോ വേണ്ടിയ? പയ്യനാണോ, മോളാണോ, മോനാണോ, എന്തോ വേണ്ടി? ഏതും കിട്ടിയ, ഒന്നും കിട്ടിയതിന് കുഴപ്പമില്ല പാസ്റ്റർ. അങ്ങനെ ആണെങ്കിൽ പ്രാർത്ഥന, ദൈവം ഒരു പട്ടി കുട്ടി ഒന്നും കിട്ടിയാൽ മതി. എന്തോ വേണ്ടിയേ എഴുതി വെക്ക. ഡോക്ടേഴ്സ് പറയാൻ നടക്കത്തില്ല. സയൻസിന്റെ പുറത്തല്ല ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത്. കർത്താവിനെ അത് പൊട്ടിക്കാൻ നോക്കും, അനുഗ്രഹിക്കാൻ നോക്കും. വിശ്വസിച്ചോളാം. എങ്ങനത്തെ വണ്ടിയാ വേണ്ടിയത്? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എന്റെ വൈഫിന്റെ BMW. ഇന്നലെ പറഞ്ഞു കേട്ടോ. അന്ന് അപ്പുറത്തെ കാത്തലിക് മനുഷ്യനാ മേടിച്ചത്. റൂത് കിട്ടി, ഡിമാൻഡ് പ്ലേസ് ചെയ്ത് അടുത്ത ദിവസം എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ രാവിലെ സ്കൂളിൽ പിള്ളേരെ വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് അവൻ ചിരിച്ചോണ്ട് അവിടെ നിൽക്കുക. How is my car? I got a new BMW. I said, very good. God bless you. Oh, you like it? Nice. It is yours. ഞാൻ അപ്പം തന്നെ ഭാര്യ വിളിച്ചു. ഞാൻ നിന്റെ വണ്ടി എടുത്തിട്ടുണ്ട്, അവളെ കളിയാക്കല്. ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചോളൂ. I said, don't worry, your car is coming. അവള് താഴെ വന്നപ്പോ ഇവന്റെ പേര് ഡാരിയസ് ആണ്. ഡാരിയസ് കാറിന്റെ ചാവി നോക്കൂ. This is your car. വിശ്വാസത്തിൽ കാണാൻ നോക്കുമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെച്ച്. ഒത്തിരി പേര് ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടാണ്. Stop operating with purity. We need to change. Third, John saw. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ ഐഡോ. He saw and he believed. അത് ഒറിജിനൽ വേർഷൻ ആൻഡ് റൈറ്റ് ട്രാൻസ്ലേഷൻ ആണ്. ബാക്കിയെല്ലാം സോ. പക്ഷെ ഇവിടെ ഇതിന്റെ വാക്കിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. He saw and he believed. അവൻ വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളുടെ കൂട്ടത്തിൽ പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ കാണിച്ചു. പിള്ളേർ അവളെ വെട്ടി 11 വയസ്സിൽ വെട്ടി പീസാക്കി. മുഖം മൊത്തം കണ്ണെല്ലാം വെളി
പിന്നെ കാണിക്കും. ആരും കാണാൻ അങ്ങനെ ഉണ്ടെങ്കിൽ വെട്ടി പീസാക്കി മൊത്തം ഇവിടെ വെട്ടി ചെവി മൊത്തം രണ്ടാക്കി ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞു. ഞാൻ കേട്ടപ്പോൾ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ടേക്ക് അപ്പ് ടു ദ ഹോസ്പിറ്റൽ. എത്ര ചെലവായാലും ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ജീവൻ തരും. അവരുടെ സർജറി കഴിഞ്ഞ് മൊത്തം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഫോട്ടോ കൊണ്ട് അതിനെ ഫോട്ടോ കൊണ്ട് അതെനിക്ക് പിള്ളേർ അവിടെ മുഖം മൊത്തം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഈ ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്യുക അവളുടെ കണ്ണ് വർക്ക് ചെയ്യുകയോ ഇല്ലയോ. കണ്ണ് മൊത്തം ഓടി വന്നു. പ്ലസിനെ how come? I just believe. Amen. I just believe. Do you believe? നിങ്ങൾ എന്തോ വിശ്വസിക്കും. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്നോട്ട് വിശ്വാസം വരട്ടെ. ദൈവമേ, നീ വിളിച്ചിരിക്കുന്ന വിളി, നീ തന്നിരിക്കുന്ന അനുഗ്രഹം, നീ ഇട്ടിരിക്കുന്ന അഭിഷേകം, അതിന്റെ മാനിഫെസ്റ്റേഷൻ കാണും. ഇനി സംസാരമല്ല, മാനിഫെസ്റ്റേഷന്റെ ടൈം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ആളുകൾ കാണുമ്പോൾ പറയണം, ഇവരുടെ ജീവിതം ഡിഫറെന്റ് ആണ്. നമ്മൾ യോഹന്നാൻ പോലെ, like John, let us walk believing that we will see the hand of the Lord in our life. We will see the glory of God. ഈ അടുത്ത 2 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെച്ചേക്ക ഒരു മാറ്റത്തിന്റെ സീസൺ. എലൈജ മേലോട്ട് പോയി, അല്ലയോ? He went up. മേലോട്ട് പോയി. ഓർത്ത് നോക്കിക്കേ, എലൈജ ഇവിടെ നിൽക്കുന്നത് ഒക്കെ ദൈവം മേലോട്ട് പോയി. ആ സ്ഥാനം ഖാലിയായതുകൊണ്ട് എലൈഷ അവിടെ കയറാൻ പറ്റും. പക്ഷെ എലൈജ മേലോട്ട്. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യേണ്ടി? ദൈവമേ, എന്റെ പാസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണം, അവരെ അടുത്ത ലെവലിൽ കൊണ്ടുപോകണം. ഇത് പ്രാർത്ഥിക്കില്ല. ദൈവം അവരെ കൊല്ലണം, ദൈവം അവരെ മാറ്റണം. അത് പ്രാർത്ഥിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവം അടുത്ത ലെവലിൽ കയറ്റണം. ദൈവം അവരെ അടുത്ത ലെവലിൽ കയറ്റി കഴിഞ്ഞാൽ അവര് നിൽക്കുന്ന ലെവലിൽ നമുക്ക് കയറണം. നമ്മുടെ അടുത്ത് ആ ഹൃദയമാണ് വേണ്ടിയ. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്ന അവരുടെ പുറത്തിട്ടിരിക്കുന്ന അഭിഷേകം, അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നത്? ദൈവമേ, I stand in this place. നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായി നമ്മൾ കർത്താവിന്റെ അനുഗ്രഹം കാണും. പത്രോസും നടന്ന് കർത്താവിനെ പൂർത്തി. പക്ഷെ യോഹന്നാന്റെ വിശ്വാസം ഒരു ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ വിശ്വാസം ഒരു ഡിഫറെന്റ് വിശ്വാസമായി മാറട്ടെ. അത് ആളുകൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം. ഞാൻ 24 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. ഫിൻലൻഡിലെ പാസ്റ്റർ. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, God has blessed me with 2 planes. ചെറിയ പയ്യനായതുകൊണ്ട് അടുത്ത ഒരു ആഗ്രഹം, ദൈവമേ, ഒരു പ്ലെയിൻ കിട്ടിയായിരുന്നെങ്കിൽ നല്ലത്. ഞാൻ ചർച്ചിൽ പ്രസംഗിക്കാൻ നേരം ഒരാളെ നമ്മുടെ ചർച്ചിൽ കയറി വന്നു, ഫിൻലൻഡ്. ഞാൻ വിശ്വാസം പഠിപ്പിക്കുന്നത്, God of Abraham, who turned your scars into shining stars. പ്രസംഗിക്കാൻ നേരം ഓഫറിങ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ മെമ്പർ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഒരു പേപ്പർ കിടപ്പുണ്ട്, പാസ്റ്റർ വിശ്വസിക്കത്തില്ല, എന്തോ പേപ്പർ. ഒരു കണ്ടപ്പോൾ ഒരു സെസ്ന ആംഫി സെസ്ന പ്ലെയിൻ്റെ പേപ്പർ കിടക്കും. എൻ്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒരാൾ ഇട്ടിട്ട് പോയതാ. എനിക്ക് PPL ഉണ്ട്. എനിക്ക് അറിയത്തില്ല, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. ഞാൻ GPL എടുത്ത് കഴിഞ്ഞിട്ട് PPL എടുത്ത്. സോ വി ഫ്ലൂ ഫോർ 6 months വിത്ത് മൈ ചർച്ച് മെമ്പർ. അവൻ്റെ CPL ഉണ്ട്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഞാനിപ്പോൾ എൻ്റെ CPL എടുക്കാൻ നോക്കുക. എനിക്ക് PPL റിന്യൂ ചെയ്യാറുണ്ട്. സോ വൺസ് ഐ റിന്യൂ ഐ വിൽ ട്രൈ ടു ഗോ ഫോർ CPL. പറഞ്ഞാൽ അറിയത്തില്ല, ദൈവം ഇനി പ്ലെയിൻ തരുമോ?